സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവവചനം കേൾക്കുന്നവരെ ദൈവം എങ്ങനെ മാനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 1-2 വ്യക്തികളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇവർ ദൈവവചനം കേട്ടപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ദൈവത്തിന് അനുഭവം ഉണ്ടായത്? ആലപ്പുഴയിൽ നിന്ന് ഷൈനി ജോണാണ് ഈ സാക്ഷ്യം നമ്മളെ എഴുതി അറിയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ഷൈനി ജോൺ, ആലപ്പുഴയിൽ നിന്ന് എഴുതുന്നു. ഞാൻ വർഷങ്ങളായി ക്രോൺസ് എന്ന രോഗത്തിന് അടിമയാണ്. എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവ് ബഹ്റിനിൽ ആണ് ജോലി ചെയ്യുന്നത്. എന്നെയും കൂടി ബഹ്റിനിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുപാട് തവണ പരിശ്രമിച്ചിട്ടും നടക്കാതെ ഞങ്ങൾ വിഷമത്തിലായിരുന്നു. ഈ സന്ദർഭത്തിലാണ് എൻ്റെ ഒരു സ്നേഹിത ഞായറാഴ്ച തോറും വൈകിട്ട് 8:30 മണിക്ക് ഷാലോം ചാനലിലൂടെ അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷയുണ്ട് എന്ന് എന്നോട് പറഞ്ഞത്. ആ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആ സ്നേഹിത എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞാൻ തുടർന്നുള്ള 2 മാസങ്ങളിൽ അടുപ്പിച്ച് എല്ലാ ഞായറാഴ്ചയും ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നു. ഇത് എൻ്റെ കുടുംബത്തിൽ വലിയ ആത്മീയ ഉണർവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. മാത്രമല്ല, അത്ഭുതമെന്ന് പറയട്ടെ, 2 മാസം കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് 25/9/2011 എൻ്റെ വിസ തടസ്സം മാറി. എനിക്ക് വിസ കിട്ടി, പോകാനുള്ള ടിക്കറ്റും റെഡിയാവുകയും ചെയ്തു. കൂടാതെ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരിക്കൽ കൂടി പരിപൂർണമായ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോയി. PVS ഹോസ്പിറ്റലിലും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും ഞങ്ങൾ മാറി മാറി പരിശോധന നടത്തി. പരിശോധനയിൽ നിന്ന് എൻ്റെ രോഗം പരിപൂർണമായി എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയതായി അവർ റിസൾട്ട് തന്നു, സർട്ടിഫിക്കറ്റും തന്നു. ഈ ഒരു അത്ഭുതത്തിന് കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലപ്പുഴയിൽ വർഷങ്ങളായി രോഗിയായിരുന്നൊരു മകളാണിത്. അതുപോലെ എന്ത് കാര്യത്തിന്, പ്രത്യേകിച്ച് വിസായ്ക്കൊക്കെ പുറപ്പെടുമ്പോൾ വലിയ തടസ്സങ്ങൾ. വചനം കേട്ട് യേശുവിനെ നാമം വിളിച്ച് വചനത്തിൻ്റെ ശക്തിയാൽ, യേശുനാമത്തിൻ്റെ ശക്തിയാൽ ആ കുടുംബത്തിൽ നിന്ന് തടസ്സങ്ങൾ വിട്ടുമാറിപ്പോയി. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം അവരെഴുതി അറിയിച്ചിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്നും ഗ്രേസി ഡേവിഡ് അറിയിക്കുന്നു, കഴിഞ്ഞ 17 വർഷമായി അസിഡിറ്റിയും ഗ്യാസും കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെടുകയായിരുന്നു. പുളിരസമുള്ള ഭക്ഷണമോ പഴങ്ങളോ തിന്നാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. കാരണം പുളിച്ച് തികട്ടി ഛർദ്ദിക്കും, ശക്തമായ തലവേദനയും ഉണ്ടാകും. ഇതായിരുന്നു 17 വർഷമായി എൻ്റെ സ്ഥിതി. 2 ആഴ്ച മുമ്പ് ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രോഗാവസ്ഥയുള്ള മേഖലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചു. അന്ന് രാത്രി എനിക്ക് വയറ്റിൽ ഭയങ്കര വേദനയും എരിച്ചിലും അനുഭവപ്പെട്ടു. വേദന എടുത്ത സമയത്ത് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം മുതൽ എനിക്ക് എന്ത് കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ലാത്ത വിധം എൻ്റെ ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. എത്ര ഭക്ഷണം കഴിച്ചാലും, പുളിപ്പോ മധുരമോ എന്തു തന്നെ കഴിച്ചാലും എൻ്റെ വയറ്റിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഈ കാര്യം ലോകത്തെ അറിയിക്കുകയാണ്. യേശുവിന് കോടാനുകോടി നന്ദിയും അറിയിക്കുന്നു. ഹല്ലേലൂയ. 17 വർഷമായി ഉണ്ടായിരുന്ന അസിഡിറ്റിയുടെ രോഗമാണ് ഒരു ഞായറാഴ്ച വചനം കേട്ടപ്പോൾ, ആ വചന ശുശ്രൂഷ സമയത്ത് യേശുവേ എന്ന് വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയത്.
എല്ലാ ദൈവമക്കളും ഈ നിമിഷം എഴുന്നേറ്റ് നിന്ന് വലിയ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ സമയം ഭവനങ്ങളിൽ വലിയ അത്ഭുതങ്ങളുടെ സമയമായി മാറട്ടെ. സ്ഥാപനങ്ങളിൽ വലിയ അത്ഭുതങ്ങളുടെ സമയമായി മാറട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കരങ്ങൾ ഉയർത്തുക. ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനം കൂടുമ്പോൾ യേശുവിനെ ആരാധിക്കുന്നത് പോലെ എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൊട്ടപ്പെട്ടിരിക്കുന്ന ഈ സമൂഹങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ വർഷിക്കണമേ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ ഈ സമൂഹങ്ങളിലേക്ക്, ഈ ഭവനങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക് വലിയ ദൈവശക്തി വ്യാപരിക്കേണ്ട വരുത്തണമേ. കാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കാലങ്ങളായി ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പരാജയങ്ങൾ, തടസ്സങ്ങൾ, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, ദുഷ്ടാത്മശല്യങ്ങൾ, ശത്രുപീഡകൾ, ഉപദ്രവങ്ങൾ, നിരാശ, ആത്മഹത്യ ചിന്തകൾ, ഓരോ തരത്തിലുള്ള ദുർപീഡകൾ, ദുരദൃഷ്ടങ്ങൾ, തകർച്ച, അനർത്ഥങ്ങൾ, അകാല മരണങ്ങൾ, ദുർപീഡകൾ, ആത്മഹത്യ ചിന്തകൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, കൃപയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, ഉണർവായി നിറയണമേ. വിശ്വാസാഭിഷേകമായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവവചനം ശ്രവിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല എന്നതിനെക്കുറിച്ചാണ്. ഇതൊരു മഹത്തായ ഭാഗ്യമാണ്. ഇതിനെക്കുറിച്ച് ദൈവപുത്രൻ, പിതാവിൻ്റെ ഏകജാതൻ, പ്രകാശങ്ങളുടെ പ്രകാശമായ പിതാവിൽ നിന്ന് വന്നിരിക്കുന്ന പ്രകാശങ്ങളിൽ വസിക്കുന്ന പ്രകാശങ്ങളുടെ പുത്രനായ യേശു ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത് വചനം ശ്രവിക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതും ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് മഹോന്നതമായ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ, സ്വർലോകരാജ്ഞി, ദൈവമാതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ അത് എത്ര വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മ എന്നും നമ്മുടെ കൂടെ നടന്ന് നമുക്ക് വേണ്ടി ഓരോ ശുശ്രൂഷ വേദികളിലും പ്രാർത്ഥിക്കുമ്പോൾ അനേക ശുശ്രൂഷകർ അതൊരു വലിയ ഭാഗ്യമായി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുമ്പോൾ നിങ്ങളിലൊരാൾക്ക് അതിനേക്കാൾ ഉന്നതമായൊരു ഭാഗ്യം പരിശുദ്ധ അമ്മയുടെ അതേപോലെയുള്ള യേശുവിൻ്റെ ഒരമ്മയാകാനുള്ള അതേ ഒരു ഉന്നത സ്ഥാനം നിങ്ങൾക്കൊരാൾക്ക് തരിക എന്ന് വിചാരിക്കുക. അത് എത്രയോ വലിയൊരു ഭാഗ്യമായിട്ടായിരിക്കും നിങ്ങൾ കരുതുക. എന്നാൽ യേശു പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും വലിയ ഭാഗ്യമാണ് വചനം ശ്രവിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒരു വ്യക്തിക്ക് കൃപ കിട്ടിയാൽ, അനുഗ്രഹം കിട്ടിയാൽ ആ വ്യക്തിയുടെ സ്ഥിതി എന്ന് യേശു പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 27-28 തിരുലിഖിതങ്ങൾ. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. നോക്കിയേ, ദൈവം എത്രയോ ഉന്നതമായൊരു സ്ഥാനമാണ് വചനം കേട്ട് അത് പാലിക്കുന്നവർക്ക് കൽപ്പിച്ചു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വെറുതെ ഈശോ പറഞ്ഞതല്ല. ഇത് ബൈബിളിൻ്റെ ആരംഭകാലം തൊട്ട് ദൈവജനത്തെ രൂപപ്പെടുത്താൻ തുടങ്ങി അന്ന് തൊട്ട് സ്വർഗം വെളിപ്പെടുത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളോട് ചേർന്ന് നിൽക്കുന്ന പ്രബോധനമാണിത്. വചനം ശ്രവിക്കുന്നതും അതനുസരിക്കുന്നതും നിസ്സാര കാര്യമല്ല. സ്വർഗത്തോളം ആ വ്യക്തിയെ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. വാനോളം ആ വ്യക്തിയെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വലിയ വില ദൈവം കൊടുക്കുകയാണ്.
പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം. അവിടെ ദൈവമായ കർത്താവ് ഭൂമിയിൽ ദൈവജനത്തിന് ചില നിർദ്ദേശങ്ങൾ മോശപ്രവാചകനിൽ കൊടുക്കുകയാണ്. അങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോൾ വളരെ ഉന്നതമായ ഒരു നിർദ്ദേശം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതത്തിൽ നാം കാണുകയാണ്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. 1000 തലമുറ എന്ന് പറഞ്ഞാൽ അത്ര കൃത്യം 1000 നിർത്തും എന്ന് വിചാരിക്കരുത്. അനന്തമായി ഒരിക്കലും അവസാനിക്കാത്ത വിധം കരുണ കാണിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ, കൽപ്പന വചനം, പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇത് കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു വ്യക്തി മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ, അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചാൽ, ഇതാ വചനത്തിലൂടെ ദൈവം ഒരു കാര്യം ഉറപ്പ് തന്നിരിക്കുകയാണ്: 1000 തലമുറകൾ വരെ ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് പറഞ്ഞാൽ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു വ്യക്തിയിൽ മാത്രമല്ല, പിന്നെയോ 1000 അങ്ങനെ തലമുറകളായി ഇതിൻ്റെ ഒരു പച്ചപ്പ്, ഇതിൻ്റെ ഒരു നനവ് ആ വംശത്തിലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വംശത്തിൽ ഒരാൾ, ഒരു കിടബുദ്ധി അല്ലെങ്കിൽ ഒരു ദുർമാർഗി, ഒരു പ്രശ്നക്കാരൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം ഈ വംശത്തിൽ ദൈവവചനം കേട്ട് ദൈവവചനം അനുസരിച്ച ആ ഒരു വ്യക്തിയെ ഓർത്ത് ഒരു നനവ്, ഒരു കരുണ, ഒരു കൃപ ആ കുടുംബത്തോട്, ആ വംശത്തോട് കാണിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കൽപ്പനകൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കുമെന്ന് വലിയ ആവേശത്തോടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ ചൈതന്യത്തിൽ തന്നെയാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങൾ പറഞ്ഞത്. ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതാ. ഈശോ പറഞ്ഞു, വചനം കേട്ട് അതനുസരിക്കുന്നവൻ അതിലും കൂടുതൽ ഭാഗ്യമുള്ളവൻ. വേറൊരു വാക്യം പറഞ്ഞാൽ, സ്വർഗം ഇങ്ങനെയുള്ള വ്യക്തികളെ വെച്ചിരിക്കുന്നത് മഹത്തായ ഭാഗ്യം ലഭിച്ച വ്യക്തികളുടെ നിരയിലാണ്. ഹല്ലേലൂയ. ശ്രേഷ്ഠ ഭാഗ്യം ഇതാ ഇവരുടെ മേലുണ്ട്. ശ്രേഷ്ഠ ഭാഗ്യം വചനം കേട്ട് അനുസരിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, എൻ്റെ ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവവചനത്തോട് ബന്ധപ്പെട്ട് ദൈവപുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഉന്നതമായ വെളിപ്പെടുത്തലാണിത്. ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന്, ഏറ്റവും ചെറിയൊരു കാര്യം, ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യം, ആ ഒരു കുഞ്ഞു കാര്യം പോലും അത് സ്വീകരിക്കുകയും അത് അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഓരോ അപ്പനും ഓരോ അമ്മയും സ്വർഗത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് വചനം സ്വീകരിക്കുക, അതെല്ലാം മക്കളെ പഠിപ്പിക്കുക. ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒരു വചനം സ്വീകരിക്കുകയും അതനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഈ വചനത്തിന് ഇനി മാറ്റമില്ല. ഇത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഉറപ്പുള്ളൊരു വചനമാണ്. ഈ വചനപ്രകാരം തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരം ഭാഗ്യമുള്ളത്. ദൈവവചനം കേട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അത് മറ്റുള്ളവർ പറയാൻ അവസരം കിട്ടുന്നത്, മറ്റുള്ളവർ പഠിപ്പിക്കാൻ അവസരം കിട്ടുന്നത് ആരും പാഴാക്കി കളയരുത്. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലെവല്, ഗ്രേഡ്, ഒരു ഗ്രേഡിൽ നിന്ന് അടുത്ത ഗ്രേഡിലേക്ക് ഉയർത്തുന്ന ദൈവകൃപയുടെ ശുശ്രൂഷയാണ്, ദൈവകൃപയുടെ ശക്തിയാണത്. ഹല്ലേലൂയ. ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് അനുസരിക്കാൻ